സാത്താൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും. ആരെ വിട്ടാണ് സാത്താൻ ഓടിപ്പോകുന്നത്? യാക്കോബിന്റെ ലേഖനം 4-ാം 6 മുതൽ 8 വരെ വായിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും. 1, താഴ്മയുള്ളവർക്ക് അവൻ കൃപ കൊടുക്കുന്നു. ആകയാൽ ദൈവത്തിന് കീഴടങ്ങുക. ദൈവത്തിന് കീഴടങ്ങുക, താഴ്മ ധരിക്കുക. അവർക്ക് ദൈവത്തിന്റെ കൃപ ലഭിക്കും. അവർക്ക് സാത്താനോട് എതിർത്ത് നിൽക്കാൻ കഴിയും. സാത്താനോട് എതിർക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? അവൻ വിട്ട് ഓടിപ്പോകുകയാണ്. അവനോട് എതിർക്കണമെങ്കിൽ നമുക്ക് വേണ്ട ആയുധങ്ങൾ എന്താണ്? താഴ്മ ആവശ്യമാണ്, ദൈവകൃപ ആവശ്യമാണ്, ദൈവത്തിന് കീഴടങ്ങേണ്ടത് ആവശ്യമാണ്. എഫെസ്യ ലേഖനം 10-ാം അധ്യായത്തിൽ പൗലോസ് പറയുന്നു, ഒടുവിൽ കർത്താവിലും അവന്റെ അമിത ബലത്തിലും ശക്തിപ്പെടുവിൻ. കർത്താവിന്റെ ശക്തിയും ബലവും ആവശ്യമാണ്. ലൂക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായം 19-ാമത്തെ വാക്യത്തിൽ, പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാൻ അധികാരം തന്നിരിക്കുന്നു. ദൈവത്തിന്റെ അധികാരവും നമുക്ക് ആവശ്യമാണ്. അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർ ലേഖനത്തിൽ ഇങ്ങനെ പറയുന്നു, പിശാചിന്റെ തന്ത്രത്തോട് എതിർത്ത് നിൽപ്പീൻ എന്ന് പറയുന്നു. അതെ, പിശാചിന്റെ തന്ത്രത്തോട് എതിർത്ത് നിൽക്കുക. പിശാചിന്റെ തന്ത്രം അറിയണമെങ്കിൽ, പിശാചിന്റെ തന്ത്രത്തോട് എതിർക്കണമെങ്കിൽ ദൈവത്തിന്റെ വചനം നമുക്ക് ആവശ്യമാണ്. വചനത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടും നമുക്ക് ആവശ്യമാണ്. ലൂക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായം വായിക്കുമ്പോൾ ഇങ്ങനെ കാണുന്നു, യേശു കർത്താവ് പിശാചിന്റെ തന്ത്രത്തോട് എതിർത്തത് വചനം കൊണ്ടായിരുന്നു. അതെ, അവന്റെ പദ്ധതികളെ തകർക്കുവാൻ ദൈവവചനം നമുക്ക് ആവശ്യമാണ്. ഇവിടെ യാക്കോബ് പറയുകയാണ്, സാത്താനോട് എതിർത്ത് നിന്നാൽ അവൻ ഓടിപ്പോകും എന്ന്. രണ്ടാമത് പറയുന്നു, ദൈവത്തോട് അടുത്ത് ചെല്ലുവീൻ, എന്നാൽ അവൻ നിങ്ങളോടും അടുത്തു വരും. അതെ, ദൈവത്തോട് അടുത്ത് ചെല്ലുമ്പോഴാണ് ദൈവം നമ്മോട് അടുത്തു വരുന്നത്. ദൈവത്തോട് അടുക്കുവാൻ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും ദൈവം നമ്മോടും അടുക്കും. ദൈവവും നമ്മളും തമ്മിലുള്ള കൂട്ടായ്മ ബന്ധത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ ഒരു ശക്തിക്ക് നമ്മളെ തൊടുവാൻ കഴിയത്തില്ല. അവൻ നമ്മെ വിട്ട് ഓടിപ്പോകുകയാണ് ചെയ്യുന്നത്.